ഈ തെക്കൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരായ സുഹൃത്തുക്കളോടാണ്, സഖാക്കളോടാണ്. ഇനിയും നിങ്ങൾ നിശബ്ദരായിരുന്ന് ഈ കണ്ണൂർ ലോബിയുടെ കഥകളിയാട്ടത്തിന് വിധേയരായാൽ, അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കൊപ്പം കൂടിയാൽ നിങ്ങളും കൂടിയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അവിടെ കുറച്ച് അവതാരങ്ങൾ രംഗത്തിറങ്ങി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും കാട്ടിക്കൂട്ടുന്നതിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഇങ്ങ് തെക്കൻ കേരളത്തിലുള്ളവർ കൂടിയാണ് എന്നതാണ് സത്യം. ബാലനും പിന്നെ വിജയരാഘവനും പിന്നെ ഒരു ജയരാജനും എം വി ഗോവിന്ദൻ മാഷും ഒക്കെ അടങ്ങുന്ന ഒരു നെടുനീളൻ നിരയാണ് ഈ കേരളത്തിൽ ഈ തോൽവി ആകെ സമ്മാനിച്ചത്. അതിലെ പ്രധാന കഥാപാത്രമായ ബാലന് ഇപ്പോഴും വെള്ളാപ്പള്ളിയോടുള്ള പ്രണയം തീർന്നിട്ടേയില്ല. വീണ്ടും വീണ്ടും പ്രണയിക്കുകയാണ്. ബാലൻ സഖാവിനെയൊക്കെ നോക്കുമ്പോൾ ഇനി വലുതായി ജീവിതത്തിലൊന്നും ആകാനില്ല, ആകാവുന്നതിൻ്റെ പരമാവധിയായി. പിന്നെ ഭാര്യയും സാമാന്യം അധികാരത്തിൻ്റെ പങ്കൊക്കെ ഉപയോഗിച്ച് എത്താവുന്നിടത്തൊക്കെ എത്തി. ബാക്കി സുഖസമൃദ്ധമായ കാര്യങ്ങളുമായി. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും പ്രത്യേകിച്ച് ബാലന് ഒരു പ്രയാസവുമില്ല. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നും ബാലൻ വെള്ളാപ്പള്ളി നടേശനെ ഉള്ളിൽ വിരയുന്ന നിറഞ്ഞ സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്ത് പിടിക്കുന്നു. വെള്ളാപ്പള്ളി പറഞ്ഞത് ഈ പറഞ്ഞ മലപ്പുറത്തുകാരെ അല്ല, വെള്ളാപ്പള്ളി പറഞ്ഞത് ലീഗിനെയാണ്, മുസ്ലിം ലീഗിനെയാണ്. പുള്ളി പറഞ്ഞത് മതരാഷ്ട്രവാദമുള്ള ജമാഅത്ത് ഇസ്ലാമിയാണ്. ബാക്കിയെല്ലാം പറഞ്ഞു പരത്തിയതാണ്. എന്ന് വെച്ചാൽ പറഞ്ഞങ്ങ് പരത്തിയാൽ വിശ്വസിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത് എന്നാണ് ബാലൻ വിചാരിക്കുന്നത്. ജനങ്ങളെ നോക്കി കോക്കറി കുത്തിയ ഈ നിലപാടിനെതിരെയാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത വ്യത്യാസമില്ലാതെ കേരളത്തിലെ ജനങ്ങൾ ഇറങ്ങി നിന്ന് വോട്ട് പിടിച്ചത്. കണ്ണൂരിലെ ഭൂരിപക്ഷത്തെക്കാൾ സീറ്റുകളെക്കാൾ കൂടുതൽ സീറ്റുകൾ CPIM കിട്ടുന്ന ജില്ലകളാണ് ആലപ്പുഴയും കൊല്ലവും തിരുവനന്തപുരവുമൊക്കെ. പക്ഷേ മേലാളന്മാരെല്ലാം സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ്. അവിടെയാണ് ഇതിൻ്റെ എല്ലാം വിത്തിറക്കുന്നതും എല്ലാം കൊയ്തെടുക്കുന്നതും. എന്നാൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാം, ബാക്കിയുള്ളവരെല്ലാം വെള്ളം കോരികളാണ്. എന്നിട്ടോ ഇവർ ചെയ്യുന്നതിനെല്ലാം അനുഭവിക്കേണ്ടത് കേരളത്തിലെ മറ്റ് ജില്ലകളിലെ കമ്മ്യൂണിസ്റ്റുകാർ കൂടിയാണ്. അതുകൊണ്ട് കൊല്ലം ജില്ലക്കാരോടും തിരുവനന്തപുരം ജില്ലക്കാരോടും ബാക്കി ഇതര ജില്ലകളിൽപ്പെട്ടവരോടും പറയുന്നത്, സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടാകുന്നത് പോലെ വെള്ളം കുടഞ്ഞ് ചർച്ച ചെയ്യണം. എന്നിട്ട് ഉപയോഗക്ഷമമല്ലാത്ത എല്ലാ കളകളെയും പറിച്ച് ദൂരെ കളയണം. അതിൽ ഒന്നാമതായി കളയേണ്ട കളകളിലൊന്നാണ് ഈ പറഞ്ഞതുപോലെയുള്ള ബാലനെ പോലെയുള്ളത്. അവരെയൊക്കെ നമ്മുടെ പാലളി മുഹമ്മദ് കുട്ടി സഖാവിനെയൊക്കെ വിശ്രമിക്കാൻ അനുവദിച്ചതുപോലെ എവിടെങ്കിലും വിശ്രമിക്കാനിരുത്തണം. അവിടെ ഇരുന്ന് എഴുതുകയോ പറയുകയോ ഒക്കെ ചെയ്ത് ആരും ശ്രദ്ധിക്കാത്തവണ്ണം ആക്കിയില്ലെങ്കിൽ ഈ നടന്നു പറയുന്ന വായാടിത്തമൊക്കെ ഒരു പാർട്ടിക്കാണ് ദോഷമുണ്ടാവുക. വെള്ളാപ്പള്ളിയോടുള്ള പ്രണയവും ഇഷ്ടവും സ്നേഹവുമാണ് ഈ തീർത്തുള്ള അടി കിട്ടിയതിൻ്റെ കാരണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാപട്യം പുറത്തെടുക്കുന്നത്.